അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി വഅഹ്ലി ബൈത്തിഹി അജ്മഈൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും അറഫ രാവും സംഗമിക്കുന്ന ഒരു മഹത്തായ ദിവസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹു ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ, വേവലാതികളിൽ നിന്നും അള്ളാഹു നമുക്കൊക്കെ മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദുആക്കളെല്ലാം പടച്ചവൻ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ഷർറുകൾ, ഇടങ്ങേറുകൾ, മുസീബത്തുകളെ തൊട്ട് പടച്ചവൻ കാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ അറഫ ദിവസം, ആ ദിവസത്തെക്കുറിച്ച് നബിതങ്ങൾ പറഞ്ഞത് അൽ ഹജ്ജു അറഫ എന്നുള്ളതാണ്. ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറഫയാണ്. അറഫ മൈതാനിയിൽ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മഹദി ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയും ഇരുവരും സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം ഭൂമിയിൽ വന്നതിന് ശേഷം പരസ്പരം കണ്ടുമുട്ടിയ സ്ഥലം. അറഫ എന്ന വാചകത്തിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. മഹദിയായ ഹവ്വാ ബീവിയും മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും പരസ്പരം കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞ ആ പരിശുദ്ധമായ സ്ഥലം, അതിനെയാണ് അറഫ എന്ന് പറയുന്നത്. അറഫ മൈതാനിയിൽ ഒരു ഹാജി ഇഹ്റാമിൻ്റെ വസ്ത്രം കെട്ടി ഒരല്പസമയം അവിടെ നിന്ന് ദുആ ചെയ്തിട്ടില്ല എങ്കിൽ, ഇബാദത്ത് ചെയ്തിട്ടില്ല എങ്കിൽ ആ മനുഷ്യന് ഹജ്ജില്ല. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അങ്ങോട്ട് കടന്നു ചെന്നത് വെറുതെയായി മാറും. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു മൈതാനി, ആ ഒരു മൈതാനമാണ് അറഫ മൈതാനം എന്നുള്ളത്. ഇന്ന് 2 ദശലക്ഷം, അതായത് ഏതാണ്ട് 20 ലക്ഷത്തിൻ്റെ മുകളിൽ ആളുകളാണ് ആ പരിശുദ്ധമായ മണ്ണിൽ ഇന്നൊരുമിച്ച് കൂടി ദുആ ചെയ്ത് പിരിഞ്ഞു പോകുന്നത്. അള്ളാഹു അവരുടെ അമാലുകൾ, നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടവരുടെ എല്ലാ അമാലുകളും പടച്ചവൻ കബൂലാക്കുമാറാവട്ടെ. അനധിവിദൂര ഭാവിയിൽ അള്ളാഹു നമ്മളെയും അവിടെ എത്തിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ആ അറഫ ദിവസത്തിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലക്ഷക്കണക്കിന് ആളുകളെ, കണക്കില്ലാത്ത രൂപത്തിൽ ആളുകളെ നരകത്തിൽ നിന്നും അള്ളാഹു മോചിപ്പിക്കുന്ന ദിവസമാണ്. അറഫ ദിവസത്തിൻ്റെ അന്ന് എന്ത് ദുആ ചെയ്താലും ആ ദുആക്ക് ഇജാബത്തുണ്ട്. എന്ത് പ്രശ്നം മാറാൻ വേണ്ടി അള്ളാഹുവിനോട് തേടിയാലും അള്ളാഹു മാറ്റിത്തരും. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മളെയൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹത്വം മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും.